ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹെയർ ഹൈലൈറ്റിംഗ് ആണ്. നമുക്ക് ആദ്യം കസ്റ്റമർ എടുത്ത് അവർക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിക്കാം. ഇതാണ് നമ്മൾ യൂസ് ഷോസ്കോഫിയുടെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം യൂസ് ചെയ്യാൻ പോകുന്ന കളറ് L89 എന്ന് പറഞ്ഞിട്ടുള്ള ഷോസ്കോഫിൻ്റെ കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് L89ൻ്റെ കളറാണ്. ഇതാണ് കളറ്. ഈ കളറാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 40 വോളിയം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. വൺ 1:1 ആണ് കളറിൻ്റെ റേഷ്യോ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കളർ ചെയ്യാൻ പോകുന്ന അവർക്ക് ഹെയർ ഫുള്ളായിട്ട് വേണ്ടെന്ന് പറയുന്നത്, പക്ഷേ അവർക്ക് ഫുള്ളായിട്ട് കാണുകയും വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ബോക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ബോക്സിൽ നമ്മൾ സ്ട്രീക്സ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത ലെയർ നമ്മൾ കളർ ചെയ്യാതെ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അടുത്ത ലെയറിലാണ് പിന്നെ നമ്മൾ അടുത്ത ലെയർ എടുത്തിട്ടാണ് അതിൽ സ്ട്രീക്സ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പ്രീ ലൈറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഡ്രൈ ആവും. ഇത് ഞാൻ പ്രീ ലൈറ്റിംഗ് ചെയ്തിട്ടില്ല, ഇത് ഡയറക്റ്റാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹെയറൊക്കെ ആകുമ്പം ഒന്ന് മന്ത്ലി ഒരു സ്പായും അല്ലെങ്കിൽ പ്രോട്ടീനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ഹെയറിന്. ഹെയറിൻ്റെ ഉൾവശത്തേക്ക് നമുക്ക് കളർ ഉണ്ടാവില്ല.
പക്ഷേ ഫുള്ളും പുറത്ത് ഫുള്ളും ഹൈലൈറ്റ് കവറിങ് ആയിരിക്കും. ഇതിപ്പം നമുക്ക് കസ്റ്റമർ ചോയ്സ്, നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ വരെ ഇതുവരെ നമുക്ക് കളർ കൊടുക്കാം. പക്ഷേ കസ്റ്റമറിന് പറഞ്ഞത് ഫ്രണ്ടിലോട്ടൊക്കെ വേണ്ട, അവർക്ക് എൻഡ് പോർഷൻ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നില്ല, എൻഡ് പോർഷനിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഹെയറിൽ ഇപ്പം ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. കസ്റ്റമറിന് ഓവറായിട്ടുള്ള കളർ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് കൂടി വയ്ക്കാം.